നമുക്ക് ഫ്ലൂയിഡ്സിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രഷറിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷറിനെ പറ്റി പറഞ്ഞതാണ്. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് മുകളിലുള്ള എയർ കോളത്തിൻ്റെ വെയിറ്റ് ആണ് നമ്മൾ ആ സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത്. യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഉള്ള എയർ കോളം, അതായത് വലിയൊരു എയർ കോളം അല്ല, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള എയർ കോളം, യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുള്ള എയർ കോളത്തിൽ ഉള്ള എയറിന്റെ ഭാരമാണ് നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ പ്രഷർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ അറ്റ് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു, ഇത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ആണ്, വെയിറ്റ് ഓഫ് എയർ കോളം ഓഫ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ എക്സ്റ്റെൻഡിങ് ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ ടോപ്പ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അതാണ് മലയുടെ മുകളിൽ കയറിയാൽ എയർ കോളത്തിന്റെ നീളം അത്രയും കുറയും, മുകളിൽ നിന്ന് താഴേക്ക് അപ്പോൾ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. സർഫസ് ഓഫ് ദി സീ ലെവലിൽ വെറ്റി വരുമ്പോഴേക്ക് വീണ്ടും എയർ കോളത്തിന്റെ നീളം കൂടും. വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ എയർ കോളത്തിന്റെ നീളം ഉണ്ടാവും, പിന്നെ ആ വാട്ടർ കോളത്തിന്റെ ഹൈറ്റും ഉണ്ടാവും. അപ്പൊ അതിന് രണ്ടും കൂടി ചേർത്തുള്ള വെയിറ്റ് ഉണ്ടാവും. അപ്പൊ പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ മലയുടെ മുകളിൽ പ്രഷർ കുറവായിരിക്കും, സീ ലെവലിൽ അതിനേക്കാൾ പ്രഷർ ഉണ്ടാവും, വാട്ടറിന്റെ താഴെ അതിനേക്കാൾ പ്രഷർ ഉണ്ടാവും. സീ ലെവലിൽ നമ്മൾ സാധാരണയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് സീ ലെവലിലെ പ്രഷറാണ്. അത് 1.013 × 10⁵ പാസ്കൽ ആണ്. ഇതിനെയാണ് നമ്മൾ 1 അറ്റ്മോസ് എന്ന് വിളിക്കുക. ഇനി പ്രഷർ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ ബാരോമീറ്റർ എന്നാണ് പറയുക. അത് ആദ്യമായി ഇറ്റാലിയൻ സയന്റിസ്റ്റ് ടോറിസെല്ലി, ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി എന്നാണ് മുഴുവൻ പേര്, ടോറിസെല്ലി എന്നാണ് നമ്മൾക്ക് കേട്ട് പരിചയം ഉണ്ടാവുക. അദ്ദേഹമാണ് ആദ്യമായിട്ട് അത്തരം ഒരു ഇൻസ്ട്രുമെന്റിനെ ഡിവൈസ് ഉണ്ടാക്കിയെടുത്തത്. അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയെടുത്തത്. അതിൽ ആ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ ഒരു ട്രഫ് എന്ന് പറഞ്ഞാൽ ഒരു പാത്രം, ഒരു വെസൽ മെർക്കുറി ഉണ്ട്, അതിലേക്ക് ഒരു ട്യൂബ്, ഗ്ലാസ് ട്യൂബ് ഫിൽഡ് വിത്ത് മെർക്കുറി, ഗ്ലാസ് ട്യൂബ് എടുക്കുന്നു, മെർക്കുറി ഫില്ല് ചെയ്യുന്നു, അതിനെ ടിൽട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തലകുത്തനെ പിടിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിനെ തലകുത്തനെ ആ മെർക്കുറി ഉള്ള ആ പാത്രത്തിലേക്ക് താഴ്ത്തി പിടിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതുകൊണ്ട് താഴേക്ക് ഒഴുകി പോകുന്നൊക്കെ, താഴേക്കൊന്നും ഒഴുകി പോവില്ല. മെർക്കുറി ഈ കാണുന്നത് പോലെ നിൽക്കും, ഈ ഹൈറ്റിൽ ഇങ്ങനെ മെർക്കുറി നിൽക്കും. അപ്പോ എങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രഷർ മെഷർ ചെയ്യുക? നമുക്കറിയാം പാസ്കലിന്റെ ലോ ഉപയോഗിച്ച് പ്രഷർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലെവലിൽ സെയിം പ്രഷറാണ്. അപ്പൊ ഈ ചിത്രത്തിൽ സി എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും ഒരേ പ്രഷറാണ്. സോ പി സി ഇസ് ഈക്വൽ ടു പി ബി. പക്ഷേ ഈ സി എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രഷർ എന്ത് പ്രഷറാണ്? അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. അതാണ് ഈ സെന്റൻസ്, പി സി ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി എ. എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ഇനി എന്താണ് ഈ പോയിന്റ് ബിയിലുള്ള പ്രഷർ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു വെയിറ്റ് ആണ്. അപ്പൊ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എം ജി ആണ് വെയിറ്റ് എന്ന് നമ്മൾ പറയാറ് അല്ലെ. അപ്പൊ എം ജി മാസ് ഇസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻ വെച്ച് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പൊ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ ഇതാ റോ. പിന്നെന്ത് ചെയ്യണം? വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ എ എച്ച് എന്നുള്ളതിന് ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ടോ, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പൊ എ ഇസ് ഈക്വൽ ടു 1 m² ആക്കി എടുത്തു. അപ്പോൾ ഹൈറ്റ് എച്ച് കണ്ടോ, അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ബി ഇസ് ഈക്വൽ ടു, ബട്ട് പ്രഷർ അറ്റ് ബി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങനെയാണ് വരുന്നത്. ശരിക്കും വെയിറ്റ് ആണ്. നമ്മൾ നിൽക്കുന്നത് ഈ പോയിന്റിലാണെങ്കിൽ അതിന് മുകളിലുള്ള എയർ കോളത്തിന്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഇത് ഈ പോയിന്റിലുള്ള മെർക്കുറി, ഇവിടെയുള്ള പ്രഷർ കാണണമെങ്കിൽ ഇത്രയും ഹൈറ്റിലുള്ള മെർക്കുറിയുടെ വെയിറ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പൊ എ എച്ച് റോ ജി എന്ന് കാണണം. അപ്പൊ ഇവിടെ എ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, അതുകൊണ്ടാണ് എച്ച് റോ ജി ആയത്. അപ്പൊ പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു, അപ്പൊ പ്രഷർ അറ്റ് ബി എന്ന് പറഞ്ഞാൽ എച്ച് റോ ജി ആണ്. അപ്പോ പി എ ഈസ് ഈക്വൽ ടു, പ്രഷർ അറ്റ് ബി തന്നെയാണ് എന്ത്? പ്രഷർ അറ്റ് സി. പ്രഷർ അറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. അതിനാണ് നമ്മൾ പി എ എന്ന് വിളിച്ചത്. അപ്പോ പി സി ഈസ് ഈക്വൽ ടു പി ബി ആണ് അല്ലെ. അപ്പൊ പി ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എച്ച് റോ ജി ആണ് പി ബിയിലെ പ്രഷർ. പി സിയിലെ പ്രഷർ അപ്പം എന്തായിരിക്കും? എച്ച് റോ ജി ആയിരിക്കും. അതായത് അറ്റ്മോസ്ഫറിക് പ്രഷറും എച്ച് റോ ജി ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ മെർക്കുറിയുടെ ഹൈറ്റ് അല്ല, പിന്നെ എന്താണ്? അതിന് മുകളിലുള്ള എയർ കോളത്തിന്റെ ഹൈറ്റ് ആണ്.
പക്ഷെ അപ്പൊ അത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അതിന് പകരം എന്തെടുക്കും? ഈ പോയിന്റിലുള്ള എയർ പ്രഷർ അറിയണമെങ്കിൽ ഇതുപോലെ ഒരു ബാരോമീറ്റർ കൊണ്ടുവയ്ക്കും. അതിന്റെ അതേ ലെവലിലുള്ള പ്രഷർ അറ്റ് ബി നമ്മൾ മെഷർ ചെയ്യും. എങ്ങനെ മെഷർ ചെയ്യാം? ഹൈറ്റ് ഓഫ് മെർക്കുറി നോക്കിയിട്ട് മെഷർ ചെയ്യാം. HROG എന്ന ഇക്വേഷൻ വെച്ച് അതേ വാല്യൂ ആയിരിക്കും എന്തിനുണ്ടാവുക? അറ്റ്മോസ്ഫറിക് പ്രഷറിനുണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്തിട്ട് എത്രയാണ് പറഞ്ഞത്? 1.013 × 10⁵ പാസ്കൽ ആണ് എന്ന് പറഞ്ഞത്. സീ ലെവലിൽ ബാരോമീറ്റർ ഷോസ്, അങ്ങനെ തന്നെ സീ ലെവലിൽ ബാരോമീറ്ററിനെ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ കിട്ടുന്ന മെർക്കുറിയുടെ ഹൈറ്റ് 76 സെന്റിമീറ്റർ ആണ് ഓഫ് മെർക്കുറി കോളം. അപ്പോൾ പ്രഷർ ഇക്വലന്റ് ടു ദിസ് PA is equal to HROG ആണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 76 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.76 മീറ്റർ ഇൻറ്റു റോ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എത്രയാണ്? 13.6 × 10⁻³ G എന്നുള്ളതിന് 9.8 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1.01 × 10⁵ പാസ്കൽ എന്ന് കിട്ടും. അതായത് 1 അറ്റ്മോസ്. ദിസ് പ്രഷർ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ. അങ്ങനെയാണ് ടപ്പ വാല്യൂ കിട്ടുന്നത്. ഇനി മെർക്കുറിക്ക് പ്രഷറിന് വേറെയും യൂണിറ്റ്സുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏതാണ്? സെന്റിമീറ്റർ അല്ലെങ്കിൽ എ കോമൺ വേ ഓഫ് സ്റ്റേറ്റിംഗ് പ്രഷർ ഈസ് ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഓഫ് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. A pressure equivalent to 1 millimeter, 1 millimeter height is equal to HROG എന്ന് പറഞ്ഞാണല്ലോ. 1 millimeter ഓഫ് ഹൈറ്റിലുള്ള 1 മെർക്കുറി ഉണ്ടായാൽ ആ പ്രഷറിനെയാണ് നമ്മൾ ടോറിസെല്ലിന്റെ ഇത് ഉപയോഗിച്ച് ഇതിലോടുള്ള ആരാധന എന്ന് കാണിക്കുന്ന പോലെ 1 ടോർ is equal to എന്ത് എഴുതിയത്? 133 പാസ്കൽ എന്ന്. 133 പാസ്കൽ. ഇതൊക്കെ ഓർമ്മിക്കണം നല്ലതാണ്. 1 ടോർ is equal to 133 പാസ്കൽ. ഈ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആൻഡ് ടോർ, ഈ രണ്ട് യൂണിറ്റുകളും നമ്മൾ മെഡിസിനിലും ഫിസിയോളജിയിലും ഫിസിയോളജിയിലൊക്കെ ഉപയോഗിക്കും. മെർക്കുറി വളരെ ചെറിയ അംശത്തിൽ മെഡിസിൻസിലും ഇതിലൊക്കെ ഉപയോഗിക്കാനുള്ള സമയത്താണ് ഈ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുക. മെറ്റീരിയോളജിയിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് ബാർ അല്ലെങ്കിൽ മില്ലി ബാർ ഒക്കെയാണ്. എന്താണ് 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ ആണ്. മില്ലി ബാർ എന്ന് പറഞ്ഞാൽ 10⁻³ ബാർ ആണ്. അപ്പോൾ 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ ആണ്. ഇനി മറ്റൊരു ഇൻസ്ട്രുമെന്റ്, പ്രഷർ മെഷർ ചെയ്യാനുള്ള മറ്റൊരു ഇൻസ്ട്രുമെന്റ് മാനോമീറ്റർ ആണ്. അതിനെ നമ്മൾ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഗേജ് പ്രഷറാണ് മെഷർ ചെയ്യുക. അതായത് രണ്ട് പേര് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് നമ്മൾ കണ്ടതാണ് നേരത്തെ. P1 - P2 അതിനെ നമ്മൾ ഗേജ് പ്രഷർ എന്ന് വിളിക്കുക. അപ്പൊ രണ്ട് പ്രഷറുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ അത്തരം പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ആരെ ഉപയോഗിക്കുക? ഓപ്പൺ ട്യൂബ് മാനോമീറ്ററിനെ ഉപയോഗിക്കുക. അതിൽ ഇതാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു യൂട്യൂബ് ആണ്. യു ഷേപ്പിലുള്ള ഒരു ട്യൂബ്. അതാണ് ഈ മാനോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്. എന്നിട്ട് അതിന്റെ ഒരു ഭാഗം ഓപ്പൺ എൻഡ് ആയിരിക്കും, അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യും. മറ്റേ ഭാഗത്ത് നമ്മൾ ഏത് ഗ്യാസിന്റെ ആണോ പ്രഷർ അറിയേണ്ടത് ആ പ്രഷർ ഫില്ല് ചെയ്ത ഒരു ബോക്സ്, ഒരു പാത്രത്തിലേക്ക് ഈ എൻഡ് എ എന്ന് പറയുന്ന എൻഡിനെ ഘടിപ്പിച്ചു കൊടുക്കുക, കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രഷർ ഓഫ് ദി അൺനോൺ ഗ്യാസ് അല്ലെ, ഈ പ്രഷറിനനുസരിച്ച് ഇവിടെ പ്രഷർ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഇതിലുള്ള ലിക്വിഡിനെ നമുക്ക് എങ്ങനെ എടുക്കാം? വളരെ പ്രഷർ കുറഞ്ഞ ഗ്യാസിന്റെ പ്രഷറാണ് മെഷർ ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ ഈ ഫില്ല് ചെയ്യുന്ന ലിക്വിഡ് ലോ പ്രഷർ ലിക്വിഡ് ആയിരിക്കും. വളരെ കൂടിയ ഹൈ പ്രഷറാണ് മെഷർ ചെയ്യണതെങ്കിൽ നമ്മൾ ഈ ലിക്വിഡ് മാറ്റിയിട്ട് ഒരു ഹൈ പ്രഷർ ഹൈ ഡെൻസിറ്റി ലിക്വിഡ്, ലോ പ്രഷറാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ലോ ഡെൻസിറ്റി ലിക്വിഡ് ഫില്ല് ചെയ്യും. ഹൈ പ്രഷറാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിക്വിഡ് ഫില്ല് ചെയ്യും. ഇനി എന്താ സംഭവിക്കുക? ഇവിടുത്തെ ഗ്യാസിന് ഹൈ പ്രഷർ ഉണ്ടെങ്കിൽ ഈ പ്രഷർ എന്ത് ചെയ്യും? ഇതിനങ്ങോട്ട് താഴേക്ക് തള്ളും അല്ലെ, വെയിറ്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ താഴേക്ക് തള്ളും. അപ്പൊ ഇതിന്റെ പ്രഷറിനനുസരിച്ച് ഈ യൂട്യൂബിൽ ഈ ഭാഗത്ത് ഇതിങ്ങോട്ട് താഴുകയും അതർ സൈഡിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ടാവും, കുറച്ച് കൂടുതൽ ഹൈറ്റിൽ ഉണ്ടാകും, ഗ്ലാസ് ട്യൂബ് ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഭാഗത്തേക്ക് ഇത് പൊന്തുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് ഇത് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ്, ഇത് രണ്ടും സെയിം ഹൈറ്റ് ആണല്ലോ. അപ്പൊ ഇനി ഇവിടെ നിന്ന് ആ ഹൈറ്റ് ഡിഫറൻസ് മെഷർ ചെയ്യും, H മെഷർ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് P1 - P2 is equal to HROG എന്നുള്ള ഇക്വേഷൻ കിട്ടും. One end of the tube is open and other end is connected to the system whose pressure is to be measured. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹൈറ്റ് മെഷർ ചെയ്യും. പ്രഷർ ക്യാൻ ബി മെഷേർഡ്. എങ്ങനെയാ മെഷർ ചെയ്യുക?
പ്രഷർ അറ്റ് എ ഈ പോയിന്റ് ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. ഇനി പ്രഷർ അറ്റ് ബി എന്താണ്? എച്ച് പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത് എയർ പ്രഷർ പ്ലസ് ഈ ലിക്വിഡിന്റെ എച്ച് റോ ജി അല്ലെ, ഇതാ പി എ പ്ലസ് എച്ച് റോ ജി. അപ്പൊ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ പി മൈനസ് പി എ ആണ്, ഈസ് ഗിവൺ ബൈ എച്ച് റോ ജി. അങ്ങനെയാണ് ഈ പ്രഷർ ഡിഫറൻസ്, അതായത് എയറിന്റെ പ്രഷറും ഈ നമ്മൾ ഏത് പ്രഷറാണോ കാണേണ്ടത് ആ ഗ്യാസിന്റെ പ്രഷറും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ പി മൈനസ് എയർ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് എയറിന്റെ പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ ചെയ്യാം. അറ്റ് എ ഡെപ്ത് ഓഫ് 1000 മീറ്റർ ഇൻ ആൻ ഓഷ്യൻ വാട്ട് ഈസ് ദ ആബ്സല്യൂട്ട് പ്രഷർ? ആദ്യം നമുക്ക് അത് നോക്കാം. എന്താണ് ആബ്സല്യൂട്ട് പ്രഷർ എന്നാണ്. അപ്പോൾ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എച്ച് റോ ജി ആണ് കാണേണ്ടത്. എച്ച് തന്നിട്ടുണ്ട്, വാട്ടർ ആണ്, അപ്പോൾ ആ വാട്ടറിന്റെ ഡെൻസിറ്റി എടുക്കുക, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കുക. എച്ച് ഇസ് ഈക്വൽ ടു 1000 മീറ്റർ, റോ വാട്ടർ ആണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1.03 into 10⁻³ kg/m³. ജി 9.8. അപ്പൊ ആബ്സല്യൂട്ട് പ്രഷർ പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. ആ അറ്റ്മോസ്ഫറിക് പ്രഷറും വാട്ടറിന്റെ താഴെ ആയതുകൊണ്ട് ആ മുകളിലുള്ള എയറിന്റെ അറ്റ്മോസ്ഫറിക് പ്രഷറും പിന്നെ ആ ഹൈറ്റിലുള്ള വാട്ടറിന്റെ പ്രഷറും കൂടി ആഡ് ചെയ്യാം. അറ്റ്മോസ്ഫറിക് പ്രഷർ എത്രയാണ്? 1.01 × 10⁻⁵ പാസ്കൽ പ്ലസ് 1 എച്ച് 1000 മീറ്റർ അല്ലെ, ഇൻറ്റു 1000 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആയിട്ട് എടുത്തു, ഇൻറ്റു 1.03 × 10⁻³ എത്ര കിട്ടും? 104.01 × 10⁵ പാസ്കൽ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ 10⁵ പാസ്കലിനെ അറ്റ്മോസിലേക്ക് മാറ്റുമ്പോൾ 104 അറ്റ്മോസ് എന്ന് കിട്ടും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. ഇനി എന്താണ് വാട്ട് ഈസ് ദി ഗേജ് പ്രഷർ? ഇങ്ങനെ ഗേജ് പ്രഷർ കാണാം. ആ പോയിന്റിലുള്ള പ്രഷർ മൈനസ് എയർ പ്രഷർ ആണ് ഗേജ് പ്രഷർ. അപ്പോൾ പി മൈനസ് പി എ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. എത്രയാണ്? പി എ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? 1.03 അല്ലെ, റോ എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റി ആണ്. അപ്പൊ ആ വാല്യൂ ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്, അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വളരെ ചെറിയ വ്യത്യാസമാണ് ഉണ്ടാവുക. കണ്ടോ, 104 ഉണ്ടായിരുന്നത് എന്തായി? 103 അറ്റ്മോസ്ഫിയർ. ഇനി എന്താണ് മൂന്നാമത്തെ പാർട്ട്? ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ വിൻഡോ ഓഫ് ഏരിയ 20 cm × 20 cm ഓഫ് എ സബ്മറൈൻ അറ്റ് ദിസ് ഡെപ്ത്. The interior of which is maintained at sea level atmospheric pressure. Density of sea water തന്നിട്ടുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. എങ്ങനെയാ കാണാം? ആ താഴെ ആ പോയിന്റിൽ, ആ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ഹൈറ്റിൽ ഒരു മുങ്ങിക്കപ്പൽ ഉണ്ടെന്ന് വിചാരിക്കുക, സബ്മറൈൻ. അപ്പൊ അതിന് പുറത്ത് ഉള്ള പ്രഷർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞ പ്രഷറാണ്. അതിനകത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് അകത്ത് ആൾക്കാർക്കൊക്കെ ശ്വസിക്കണമല്ലോ, സാധാരണത്തെ നമ്മുടെ മുകളിൽ സീ ലെവലിലുള്ള പ്രഷറാണ് അതിനകത്ത് ഉണ്ടാവുക. അതാണ് പി എ, അറ്റ്മോസ്ഫറിക് പ്രഷറാണ് അകത്തുണ്ടാവുക. പുറമേയുള്ള പ്രഷറോ അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് ആ ഹൈറ്റ് ഓഫ് വാട്ടർ കോളത്തിന്റെ പ്രഷർ എച്ച് റോ ജി അല്ലെ. അപ്പോൾ ആ വിൻഡോയിന്റെ മുകളിൽ ഉള്ള ഫോഴ്സ് ആക്ടിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ ഫോഴ്സ് ആക്ടിങ് കിട്ടുക? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പൊ എന്താ ചെയ്യാൻ നോക്കാം? പ്രഷർ ഔട്ട്സൈഡ് ദ സബ്മറൈൻ ഈസ് പി is equal to PA plus H rho G. Pressure inside it is PA. അപ്പൊ നെറ്റ് പ്രഷർ ആക്ടിങ് ഓൺ ദ വിൻഡോ ആണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. നെറ്റ് പ്രഷർ ഒരു ഭാഗത്ത് പി എ അറ്റ്മോസ്ഫറിക് പ്രഷർ ഉണ്ട്, മറ്റേ ഭാഗത്ത് പി പ്ലസ് പി എ ഉണ്ട്, അല്ലെങ്കിൽ എച്ച് റോ ജി പ്ലസ് പി എ ഉണ്ട്. അപ്പൊ ഈ പിന്നെ വിൻഡോന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? ഈ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോ പി എച്ച് റോ ജി പ്ലസ് പി എ മൈനസ് പി എ, അപ്പൊ എന്തായി? എച്ച് റോ ജി മാത്രമായി. ഇനി ഏരിയ ഓഫ് ദ വിൻഡോ തന്നിട്ടുണ്ട്, എത്രയാണ്? 20 × 20 cm എന്ന് പറഞ്ഞാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, മീറ്ററിലേക്ക് ആക്കുക, 0.04. 20 × 20 എന്ന് പറയുമ്പോൾ 400 cm² എന്നാണ് കിട്ടുക. അതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 400 ഇൻറ്റു സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 10⁻², സെന്റിമീറ്റർ² ആക്കുമ്പോൾ 10⁻⁴. അപ്പോൾ 400 ഇൻറ്റു 10⁻⁴ എന്ന് പറഞ്ഞാൽ 0.04 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഫോഴ്സ് കിട്ടാൻ പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ഈ പ്രഷർ ഏതാണ്? ഗേജ് പ്രഷർ 103 ഇൻറ്റു 0.04 പാസ്കലിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 10⁵ കൂടി ഉണ്ടാവും. അപ്പോൾ 4.12 ഇൻറ്റു 10⁵ ന്യൂട്ടൺ.
നോക്കൂ, ആ വാല്യൂ വളരെ വലിയൊരു ഫോഴ്സ് ആണത്. 4.12 ഇൻറ്റു 10⁵ ന്യൂട്ടൺ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫോഴ്സ് ആണ്. അതായത് നമ്മൾ സാധാരണത്തെ ചില്ല് കൊണ്ട് ഉണ്ടാക്കിയ, നമ്മൾ സാധാരണത്തെ വീടിന്റെ ഒക്കെ വിൻഡോ പെയിന് കൊണ്ട് ഉണ്ടാക്കിയാൽ ഇത് പൊട്ടിപ്പോകും. അത്രയും ഫോഴ്സ് താങ്ങാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആണ് ഈ സബ്മറൈൻ്റെ ബോഡിയും അതിന്റെ വിൻഡോ പെയിനുകളും ഒക്കെ നല്ല കട്ടിയുള്ള ടഫ് ആൻഡ് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കുക. കാരണം നോക്കൂ, ഈ ഒരു വെറും 1000 മീറ്ററിൽ തന്നെ, അതായത് 1 കിലോമീറ്റർ താഴുമ്പോഴേക്കും തന്നെ ഇത്രയും ഫോഴ്സ് അത് താങ്ങാനുള്ള ശേഷി അതിന് വേണം. ഇനിയും താഴ്ന്നാൽ ഈ ഫോഴ്സ് വളരെ വലുതായിട്ട് മാറും. അടുത്തത് പാസ്കൽസ് ലോ ആണ്. അതൊക്കെ നിങ്ങൾ ഹൈസ്കൂളിൽ കേട്ടിട്ടുണ്ടാവും. എന്താണ് പാസ്കൽസ് ലോ? പ്രഷർ അപ്ലൈഡ് ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ആൻഡ് അൺഡിമിനിഷ്ഡ് ടു എവറി പോർഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് ഓൾസോ ടു ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഒരു ക്ലോസ്ഡ് പാത്രത്തിൽ നമ്മളൊരു ഫ്ലൂയിഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മളൊരു പ്രഷർ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ആ പ്രഷർ ആ കണ്ടെയ്നറിലുള്ള എല്ലാ പോയിന്റ്സിലെ ഫ്ലൂയിഡിലുള്ള എല്ലാ പോയിന്റ്സിലേക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യപ്പെടും എന്ന് മാത്രമല്ല, ആ വെസലിന്റെ വാൾസ് ഓഫ് ദ കണ്ടെയ്നറിലേക്ക് പോലും ആ സെയിം പ്രഷറാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. നമ്മളൊരു ഉദാഹരണം പറയാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഒരേപോലത്തെ പ്രഷർ എന്ത് ചെയ്യും? ഒരു ഫുള്ള് ട്യൂബിലുള്ള പേസ്റ്റ് ആണെങ്കിൽ ഒരേപോലത്തെ പ്രഷർ എല്ലാ പോയിന്റിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. ഒരു ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഇത് നിങ്ങൾ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. എവിടെയാണ്? കാറ് ക്ലീനിങ് സെന്റേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സർവീസ് സ്റ്റേഷൻസിലൊക്കെ അവർ വെറുതെ ഒരു ചെറിയ പെഡൽ ചവിട്ടുള്ളൂ. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന കാർ ഇങ്ങനെ പൊന്തും. വലിയ ഹൈറ്റിലേക്ക് കാർ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ പൊന്തും. നമുക്ക് അതിശയം തോന്നും, എങ്ങനെയാണ് ഇത്രയും വലിയ ഭാരമുള്ള കാർ ഇത്ര എളുപ്പത്തിൽ പൊന്തുന്നത് എന്നതാ. ഇത്തരത്തിലുള്ള ഒരു കണക്ഷനാണ് അവിടെ നടത്തുക, ഹൈഡ്രോളിക് ലിഫ്റ്റ്. അതായത് ഒരു ഫ്ലൂയിഡിനെ ഒരു ടാങ്കിന്റെ അടിയിൽ ഒരു ഫ്ലൂയിഡുമായിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെയാണ് ആ പെഡൽ നമ്മൾ ചവിട്ടുക. അപ്പോൾ അതേ ഫ്ലൂയിഡിലൂടെ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ആ വലിയ ഏരിയ, വലിയ സർഫസിൽ നിർത്തിയിട്ടുള്ള കാറ് പൊന്തുന്നതുമാണ് നമ്മൾ കാണുക. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ സ്മോൾ പിസ്റ്റൺ ആണ്, ഇത് ലാർജ് പിസ്റ്റൺ ആണ്. ഇവിടെയുള്ള പ്രഷർ, ഈ പോയിന്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് P1 എന്നെടുത്താൽ, ഈ പോയിന്റിലുള്ള പ്രഷർ P2 എന്നെടുത്താൽ, നമുക്ക് ഒരേ ഹൊറിസോണ്ടൽ ലെവലില് P1 ഈസ് ഈക്വൽ ടു P2 അല്ലെ? സെയിം പ്രഷർ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പൊ P1 ഈസ് ഈക്വൽ ടു P2. ഇനി എന്താണ് P1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? F1/A1. എന്താണ് P2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അതാണ് ഇക്വേഷൻ. P2 ഈസ് ഈക്വൽ ടു F2/A2. അപ്പൊ F1/A1 ഈസ് ഈക്വൽ ടു F2/A2. അതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. കണ്ടോ? പാസ്കൽസ് ലോ പ്രഷർ സെയിം ആയിരിക്കും. സോ F1/A1 ഈസ് ഈക്വൽ ടു F2/A2. കമ്പയർ ചെയ്യുക. ഇത് ഒരിങ്ങനെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതാണ് ഏറ്റവും എളുപ്പം. P1 ഈസ് ഈക്വൽ ടു P2. സോ F1/A1 ഈസ് ഈക്വൽ ടു F2/A2. ഇനി ഏതാണോ കണ്ടുപിടിക്കാനുള്ളത് അതങ്ങോട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇതിൽ ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മൾ ഇതിങ്ങനെ താഴ്ത്തുമ്പോൾ വോളിയം അല്ലെ, ഈ പിസ്റ്റൺ നമ്മൾ താഴ്ത്തുമ്പോൾ എന്ത് ചെയ്യും? ഇതിലുള്ള ലിക്വിഡ് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യില്ലേ? അപ്പൊ വോളിയവും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പൊ L ദൂരം താഴ്ന്നാല് ആ L1 into A1 വിൽ ബി ഈക്വൽ ടു L2 into A2. ഇവിടെ എത്രയാണോ ലെങ്ത് താഴുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുക? ഫ്ലൂയിഡ് പൊന്തുക അല്ലെ? അല്ലെങ്കിൽ ഇവിടെ ഉള്ള വോളിയം എന്ന് പറയുന്നത്, വോളിയവും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. V1 ഈസ് ഈക്വൽ ടു ഇവിടെ ഉണ്ടാകുന്ന വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത്, ഇവിടെ L1 ആണെങ്കിൽ L1 into A1 ഈസ് ഈക്വൽ ടു L2 into A2. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും ഓർമ്മ വേണം. P1 ഈസ് ഈക്വൽ ടു P2, അതായത് F1/A1 ഈസ് ഈക്വൽ ടു F2/A2. അതുപോലെ വോളിയം L1/A1 ഈസ് ഈക്വൽ ടു L2/A2. അപ്പൊ നോക്കൂ, അപ്ലൈയിങ് എ സ്മോൾ ഫോഴ്സ്, ചെറിയ പിസ്റ്റണിൽ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും വലിയ പിസ്റ്റണിൽ വലിയ ഏരിയയിൽ അത് എന്തായിട്ട് മാറും? വലിയ ഫോഴ്സ് ആയിട്ട് മാറും. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. 2 syringes of different cross sections without needles filled with water are connected with a tightly fitted rubber tube filled with water. അതായത് 2 സിറിഞ്ച് എടുക്കുക, സൂചിയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള 2 സിറിഞ്ച്. ഒരു സിറിഞ്ച് മെലിഞ്ഞതും മറ്റു സിറിഞ്ച് വണ്ണമുള്ള സിറിഞ്ചുമാണ്.
അത് രണ്ടും കൂടി നമ്മളൊരു ട്യൂബ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പൊ എന്തായി, ഇത് നേരെ തിരിച്ചു പിടിച്ചതുപോലെ ആയി. ഏത് ഈ ചിത്രത്തിൽ ഇതാണ് ചെറിയ സിറിഞ്ച്, ഇതാണ് വലിയ സിറിഞ്ച്. അതിനൊരു ട്യൂബ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ ചിത്രം തന്നെ ഇതായി. രണ്ട് സിറിഞ്ചിന്റെ ആ രണ്ട് എൻഡ്, പിന്നെ ആ സൂചിയുടെ എൻഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്യൂബ് വെച്ച് കണക്ട് ചെയ്യുക. എന്താണ് ആദ്യത്തെ ചോദ്യം? ഡയമീറ്റർ ഓഫ് ദ സ്മോൾ പിസ്റ്റണും ലാർജ് പിസ്റ്റണും തന്നിട്ടുണ്ട്. 1 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും. ഫൈൻഡ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ലാർജ് പിസ്റ്റൺ വെൻ എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ടു സ്മോളർ പിസ്റ്റൺ. വളരെ ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ലാർജർ പിസ്റ്റണിലുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ F2 ആണ്. അപ്പൊ F1/P1 is equal to P2. അപ്പൊ F1/A1 is equal to F2/A2. അപ്പൊ F2 is equal to F1/A1 into A2. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F1 എന്താണ്? ഫോഴ്സ് ഓൺ ദി സ്മോളർ, ഫോഴ്സ് ഓൺ ദി ലാർജർ പിസ്റ്റൺ, ഫോഴ്സ് ഓൺ ദ സ്മോളർ പിസ്റ്റൺ ആണ് F1. അത് എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. അപ്പൊ 10 ഇൻറ്റു ഏരിയ എങ്ങനെയാ കാണാം? πr². സിറിഞ്ചിന്റെ ആ ഒരു സ്ഥലത്തുള്ള സർക്കിൾ ആയിരിക്കും. അപ്പോ πr², π ഇൻറ്റു ആദ്യത്തെ രണ്ടാമത്തെ ആളുടെ റേഡിയസ് എത്രയാണ്? ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്, ശ്രദ്ധിക്കണം, 3 ആണ്. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേർ പകുതി 1.5 ആണ്. സെന്റിമീറ്ററിന് മീറ്ററിലാക്കുമ്പോൾ 10⁻², the whole square, πr² ആണല്ലോ, ബൈ പൈ ഇൻറ്റു ആദ്യത്തെ 1 ആണ് ഡയമീറ്റർ. അപ്പൊ 0.5 ഇൻറ്റു 10⁻² the whole square ചെയ്താൽ 90 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. അപ്പൊ നോക്കൂ, ചെറിയ പിസ്റ്റന്റെ മുകളിൽ 10 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ വലിയ പിസ്റ്റന്റെ മുകളിൽ 90 ന്യൂട്ടൺ ആണ് കിട്ടുക. നമുക്ക് ഡയമീറ്ററിലുള്ള വ്യത്യാസം വെറും 2 സെന്റിമീറ്റർ ആണ്. അപ്പോഴേക്കും തന്നെ ഫോഴ്സിൽ എത്ര മാറ്റം വന്നു? 10 ന്യൂട്ടൺ 90 ന്യൂട്ടൺ ആയിട്ട് മാറി. ഈ രണ്ടാമത്തെ എന്താണ്? ഇഫ് ദ സ്മോളർ പിസ്റ്റൺ ഈസ് പുഷ്ഡ് ഇൻ ത്രൂ എ 6 സെന്റിമീറ്റർ, ഹൗ മച്ച് ഡസ് ദ ലാർജർ പിസ്റ്റൺ മൂവ് ഔട്ട്? ഇതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. ചെറിയ പിസ്റ്റണിനെ നമ്മൾ കുറച്ചൊന്ന് താഴ്ത്തുമ്പോൾ വലിയ പിസ്റ്റൺ വലിയ ദൂരം പോകുന്നത് കാണാം. എത്ര ദൂരമാണ് വലിയ പിസ്റ്റൺ പുറത്തേക്ക് നീങ്ങുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ചെറിയ പിസ്റ്റൺ നീക്കിയ ദൂരം L1 ആണെന്ന് വിചാരിക്കൂ. ആ L1 into A1 is equal to L2 into A2. കണ്ടോ? Volume covered by the movement of smaller piston inwards is equal to volume moved outwards due to larger piston. L1 A1 is equal to L2 A2. അതിൽ നിന്ന് L2 is equal to A1 by, ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. L2 is equal to L1 A1 by A2 എന്ന് കിട്ടും. നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫൈനൽ ആൻസർ കിട്ടും. L1 തന്നിട്ടുണ്ടല്ലോ, 6 സെന്റിമീറ്റർ ആണ് അകത്തേക്ക് പോയത്. അപ്പൊ 6 ഇൻറ്റു 10⁻² കിട്ടണം. ബാക്കിയൊക്കെ നേരത്തെ അതേ ഡാറ്റയാണ്. അപ്പൊ 0.67 ഇൻറ്റു 10⁻² മീറ്റർ എന്ന് കിട്ടും. In a car lift, compressed air exerts a force F1 on a small piston having a radius of 5 centimeter. അപ്പോൾ സ്മോൾ പിസ്റ്റണിന്റെ റേഡിയസും തന്നിട്ടുണ്ട്, ഫോഴ്സ് F1 ആണെന്നും തന്നിട്ടുണ്ട്. പ്രഷർ ഇസ് ട്രാൻസ്മിറ്റഡ് ടു ദ സെക്കൻഡ് പിസ്റ്റണിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. മാസ് ഓഫ് ദ കാർ ടു ബി ലിഫ്റ്റഡ് ഈസ് 1350 കിലോഗ്രാം. ഫൈൻഡ് F1 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? പാസ്കൽസ് ലോ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ സെന്റൻസ് മസ്റ്റ് ആയിട്ട് എഴുതണം. ഫ്രം പാസ്കൽസ് ലോ P1 is equal to P2. അപ്പൊ F1/A1 is equal to F2/A2. F1/πr1² is equal to F2/πr2². പൈ ക്യാൻസൽ ചെയ്യും. F1 is equal to F2 into r1²/r2². F1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ F2 എന്നുള്ളതിന് പകരം എന്താ തന്നിട്ടുള്ളത്? F2-ൽ ഉയർത്തേണ്ട മാസ് ആണ് തന്നിട്ടുള്ളത്. ആ മാസിനെ ഫോഴ്സിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യണം? ഇൻറ്റു F is equal to mg ഇൻറ്റു 9.8 ചെയ്യണം. അപ്പൊ 1350 ഉണ്ടോ, ഇൻറ്റു 9.8 ഇൻറ്റു r1² എത്രയാണ്? സ്മോൾ പിസ്റ്റന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 5 ഇൻറ്റു 10⁻² the whole square ബൈ രണ്ടാമത്തെ ആളുടെ റേഡിയസ് എത്രയാ? 15 സെന്റിമീറ്റർ. അപ്പൊ 15 ഇൻറ്റു 10⁻² the whole square ചെയ്ത് കഴിഞ്ഞാൽ 1470 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് 1.47 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. വാട്ട് ഈസ് ദ പ്രഷർ നെസസറി ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക്? എത്ര പ്രഷർ വേണം? ഈ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് ഒരു പ്രഷർ ഉണ്ടാവുണ്ടല്ലോ, ആ പ്രഷർ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം P is equal to, നമ്മൾ ഇത് കൊടുക്കുന്നത് F1 ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ റിസൾട്ട് ആയിട്ടാണല്ലോ F2 ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ F1 വെച്ചിട്ട് കാണാം. P is equal to F1/A1.
ഇനി F2/A2 വെച്ചാലും കിട്ടും, ഇതേ ഉത്തരം തന്നെ കിട്ടും. കാരണം എന്താ, P1 = P2 ആണ്. സോ F1/A1 ചെയ്താൽ F1 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1.47 പകരം അവർ 1.5 എടുത്തതാണ്. ഇൻറ്റു 10⁻³ 47 ആയതുകൊണ്ടാണ് അതിനെ 5 ആക്കി മാറ്റിയത്. 1.5 × 10⁻³ ബൈ A1 πr² ആണ്. അപ്പോൾ 3.14 ഇൻറ്റു ആദ്യത്തെ ആളുടെ റേഡിയസ് എത്രയാണ്, 5 ആണ്. അപ്പോൾ 5 × 10⁻²² ചെയ്താൽ 1.9 × 10⁵ പാസ്കൽ എന്ന് കിട്ടും. അപ്പോൾ ഇതോടുകൂടി ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ താങ്ക് യു.